ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഗംഭീര തുടക്കമായിരുന്നു എങ്കിലും മാർക്കറ്റ് അവസാനിച്ചപ്പം നിരാശ മാത്രമാണ് സമ്മാനിച്ചത് അല്ലേ. എത്ര കമ്പനിയിൽ കാണുന്ന പോലെ എത്ര ആഞ്ഞ് തുഴഞ്ഞിട്ടും ഒരു കരയ്ക്കെത്താൻ സിക്കാർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും 167 പോയിൻ്റ് അപ്സൈഡിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടും സി പ്രീമിയത്തിനകത്തിൽ ഒരു പക്ഷെങ്കിൽ ATMനകത്തിൽ അപ്രീസിയേഷൻ കിട്ടിയെങ്കിലും ഔട്ട് ഓഫ് ദ മണിയിലൊന്നും 5 നയാ പൈസ കിട്ടിയില്ല എന്ന് പലരും പരാതി പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലായി കാണും. അവർ പടപടാന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ഇന്ന കാര്യം കൊണ്ടല്ലേ? ഞാൻ പറഞ്ഞു അതെ മനസ്സിലായി. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ പറയല്ലേ. ഞാൻ അവിടെ സംഭവിച്ച കാര്യങ്ങൾ, ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കാര്യം ഇവിടെ നിങ്ങളെടുക്കലും പറയാം എന്താ സംഭവിച്ചെന്നുള്ളത്, എന്തുകൊണ്ട് പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്തില്ല. അത് അങ്ങോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ചാർട്ടിലോട്ടൊന്ന് വരാം. ചാർട്ടിലോട്ട് കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് നമുക്കൊരു 84 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് തന്നു അല്ലേ. ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് നേരെ മുകളിലോട്ട് പോയി നമ്മുടെ റെസിസ്റ്റൻസ് 25,333. എന്ത് ക്ലിയർ ആണെന്ന് ആലോചിക്കണേ, 333. അപ്പോൾ ഞാനിവിടെ ഞാൻ എന്താ രാവിലെ വോയിസ് ഇട്ടത്? പലരും ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ വീണപ്പോൾ തന്നെ ചാടി മണ്ടയ്ക്ക് കയറി ഇല്ലേ. ഫസ്റ്റ് ഒരു ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ അവിടുന്ന് ആൾക്കാർ സി എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്, പെട്ടുപോയവർ ധാരാളം ആൾക്കാരുണ്ട്. ഇവിടെ സി എടുത്തവർ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് കാത്തിരുന്നിട്ടും അവർ ലോസിലാണ്. ഇവിടാണ് അവരെടുത്തത്, പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഇവിടെ എത്തിയിട്ടും അവർ വൻ നഷ്ടത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞിരുന്നു 333 മുകളിൽ 15 മിനിറ്റ് നേരം. ഇത് അനുസരണക്കേടിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. നിങ്ങളുടെ അനുസരണക്കേടിൻ്റെ ആവേശത്തിൻ്റെ അനന്തരഫലമാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്നത്. മനസ്സിലായില്ലേ ഞാൻ എന്താ പറഞ്ഞത്? 15 മിനിറ്റ് നേരമെങ്കിലും നല്ല രീതിയിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, ഞാൻ ആ വോയിസ് കേൾപ്പിക്കാം, അതായിരിക്കും നല്ലത്. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 80 പോയിന്റിനടുത്ത് 83 പോയിന്റ് ഗ്യാപ്പ് അപ്പാണ്. അപ്പം ഈ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെയാണ് ഒരു കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്തത് കറക്റ്റായിട്ട് മനസ്സിലായി കാണും. ഇത് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി കാണും. ഇത്രത്തോളം ഏകദേശം ഈ ഏരിയയിൽ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലായി കാണും. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. ക്ലാസ്സിൽ പങ്കെടുത്തത് ജസ്റ്റ് അവരുടെ ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ സ്പോട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. ആ റേഞ്ചിലാണ് മാർക്കറ്റിന് ഓപ്പൺ ചെയ്തത്. 75 പോയിന്റ് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ 169 129 സസ്റ്റെയിൻ ചെയ്ത് നമ്മൾ നോക്കുക. ഇല്ല അത് പൊട്ടിയ താഴെ നമ്മുടെ ട്രെൻഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. ഇല്ല മാർക്കറ്റ് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ 333 മുകളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് കിട്ടണം. അങ്ങനെ 333 മുകളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു 15 മിനിറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ 2500 വരെ കാണാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഒരു റാലി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ 333 മുകളിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യണം. ഒരു 15 മിനിറ്റ് നേരം നല്ല ക്യാൻഡിലുകൾ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ 406-500 കാണാനുള്ള സാധ്യതയുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ കേട്ടല്ലോ, ഞാൻ പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലായല്ലോ. എന്താ ഞാൻ പറഞ്ഞത്? 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്തോ. ഇവിടെയാണ് നിങ്ങൾക്ക് ആവേശം കൂടിപ്പോയി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു വന്ന് ഇവിടെ വന്നു. നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് 25,252 എന്ന് പറയുന്ന ഓപ്പണിംഗ് റേഞ്ചിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ചുപോയി 330 മുതൽ വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് താഴെ വന്നു. അതിനുശേഷം അവസാനത്തെ 1 മണിക്കൂറോട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് എവിടെയാണോ മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ ഏരിയയിൽ തന്നെ മാർക്കറ്റ് നമ്മുടെ 333. ഇന്നലെ നമുക്ക് 169 മുകളിൽ 175 മുകളിലാണ് നമുക്ക് ക്ലോസിങ് കിട്ടിയത്. ഇന്നത്തെ നമ്മുടെ ലെവല് 333 അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ 342 നമുക്കിന്ന് ക്ലോസിങ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഓരോ ലെവലിലും മാർക്കറ്റ് വിശ്രമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ ശരിക്കും അപ്പോൾ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റികളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട്
ഇവിടെ ഗ്യാപ്പ് അപ്പിൽ സി ഹോൾഡ് ചെയ്തവർക്കൊക്കെ ഇറങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. മാർക്കറ്റ് തിരിച്ചിവിടെ വന്ന് കയറിയതിന് ശേഷം ഇവിടെ എങ്ങും ഒരു ബിഗിനറിന് ഒരു ഓപ്പർച്യൂണിറ്റി, റിസ്ക് എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ ഓപ്പർച്യൂണിറ്റി, റിസ്കി ഓപ്പർച്യൂണിറ്റികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ബിഗിനറിന് ഒരു ഓപ്പർച്യൂണിറ്റി, ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ല, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇവിടുന്ന് നമുക്ക് താഴോട്ടൊരു ഒരു ചാൻസ്, കാരണം ഇവിടെ നമുക്കിതൊരു വലിയ ക്യാൻഡിലാണ്. വലിയ ക്യാൻഡിൽ എടുത്തവർക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവിടെ കിട്ടിക്കാണും. ഇല്ലെങ്കിൽ ഇത് റീടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ എടുത്ത ഇത് നല്ലൊരു റിജക്ഷൻ വിത്ത് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്, ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഇവിടെ വരെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ട്രേഡ് നോക്കാം. ഇതും റിസ്കി ട്രേഡാണ്, കുറച്ച് റിസ്കി ട്രേഡാണ്. അപ്പോൾ എടുത്തവർക്ക് നോക്കിയിരുന്നവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല, അല്ല റിസ്ക് എടുത്തവർക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഇന്ന് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സി എടുത്തവർക്ക് ആർക്കും വലിയ അപ്രീസിയേഷൻ കിട്ടില്ല. ITM എടുത്തവർക്കോ ATM എടുത്തവർക്കോ കൃത്യമായി ലെവലുകൾ നോക്കി എടുത്തവർക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്തവർക്ക് നല്ല നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വളരെ തെളിവ് സഹിതം ഞാൻ പറയാം. നമുക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എടുക്കാം. നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 271.95, 272 പോയിൻറ്റ്, 272 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഫ്യൂച്ചർ എന്ത് ചെയ്തത്, രാവിലെ ഓപ്പൺ ചെയ്തത്. മറന്നുപോയല്ലേ, ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 272 പോയിൻറ്റിൽ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. ഇവിടോ സ്പോട്ട് ഓപ്പൺ ചെയ്തതാണ് 175, 129 അല്ല 175 നിന്ന് 84 പോയിൻറ്റ് മേലോട്ട് ഓപ്പൺ ചെയ്താണ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തത്. അപ്പം ഇവിടെ സ്പോട്ട് 84 പോയിൻറ്റും ഫ്യൂച്ചറോ 272 പോയിൻറ്റും. അപ്പം ഏകദേശം 190 പോയിൻറ്റ് അപ്സൈഡിലാണ് ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തേക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ പറയുന്നത്? നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. 272 പോയിൻറ്റ് ഫ്യൂച്ചർ രാവിലെ ഓപ്പൺ ചെയ്തു, സ്പോട്ട് ഓപ്പൺ ചെയ്തത് 84 പോയിൻറ്റിലാണ്. അപ്പം 84 പോയിൻറ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം 190 പോയിൻറ്റിനടുത്ത് എന്താണ്, ഗ്യാപ്പ് അപ്പിലാണ് ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തത്. അതായത് നിഫ്റ്റിയുടെ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ 190 പോയിൻറ്റിന് മുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം എത്രയാണ് സാധാരണഗതി മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെയുള്ള കാര്യം നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ഇനി നമുക്ക് വൈകുന്നേരം ക്ലോസിങ് നോക്കാം. വൈകുന്നേരം ക്ലോസിങ് ഇവിടെ കിടപ്പുണ്ട്. വൈകുന്നേരം ക്ലോസിങ് നോക്കി എത്രയാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്? ഏകദേശം 167 പോയിൻറ്റിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്, ഇല്ലേ? 25,342 ക്ലോസ് ചെയ്തേക്കുന്നത്. ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് ഇവിടെ 25,456. അപ്പോൾ എത്രയാണ്? 302, 442, 10, 542, 4, വെറും 114 പോയിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. രാവിലെ 190 പോയിൻറ്റ് സ്പോട്ടുമായിട്ട് ഡിഫറൻസ് ഉള്ള ഫ്യൂച്ചർ ഇന്ന് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ നേരം വെറും 114 പോയിൻറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഏകദേശം ഒരു 70 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ്, ഫ്യൂച്ചറിൻ്റെ അപ്രീസിയേഷൻ അനുസരിച്ചാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഓപ്പണിംഗ് ടെസ്റ്റിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 70-80 പോയിൻ്റ് ഡിഫറൻസ് വന്നപ്പം അത് എവിടെ കുറയും? 70 പോയിൻറ്റ് ഫ്യൂച്ചറിലാണ് നമുക്ക് കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തത്തുല്യമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള പ്രീമിയം എവിടെ കുറയും? നിങ്ങളുടെ പ്രീമിയത്തിനകത്ത് കുറയും. കാര്യം മനസ്സിലായോ? അപ്പം നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം എന്തുകൊണ്ടാണ് അപ്രീഷിയേറ്റ് ചെയ്യാത്തതെന്ന് കാര്യം മനസ്സിലായില്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ കയ്യിൽ തെറി വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. നിങ്ങളുടെ പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ നാളെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളുടെ EU-ആയിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പല ഔട്ട്പുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളെപ്പറ്റി വിമർശനങ്ങളും അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഓരോ സെക്ടർ ബൈ സെക്ടറായിട്ട് മാർക്കറ്റിനെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും. എന്തായാലും നമ്മുടെ മുന്നിലൊരു ബജറ്റ് കൂടെ ഉണ്ട്. അപ്പം ബജറ്റിന് മുന്നേ
മാർക്കറ്റിനെ പൊട്ടിക്കാൻ സർക്കാർ ഒരിക്കലും ഒരു കാരണവശാലും സമ്മതിക്കാൻ സാധ്യത വളരെ കുറവാണെങ്കിലും നാളെ നമുക്കിപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചർ ഇങ്ങനെ കുറയുന്നത് കൊണ്ടും പ്രീമിയം സ്പോട്ട് തമ്മിലുള്ള അകലം കുറയുന്നതുകൊണ്ടും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ഒരു പക്ഷേ ഒന്നുകൂടെ ഒന്ന് കുനിയാൻ ശ്രമിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു പക്ഷേ 169 മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ 169 ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പിന്നെ ഒരു റിക്കവറി ശ്രമിക്കും, അല്ല DASO ഗവൺമെൻറ് തരത്തിലോ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ബജറ്റിനകത്തുള്ള പോസിറ്റീവ് ഔട്ട്കം കുറേശ്ശെ ഇങ്ങനെ അപ്പകഷ്ണം പോലെ മാർക്കറ്റിലോട്ട് ഇറക്കി വിടും. അതിൻ്റെ പുറകെ മാർക്കറ്റ് പോകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം നാളെ ഇനി എന്താ നോക്കണം പറഞ്ഞാൽ, നാളെ ഈ പറയുന്ന പോലെ 333 സസ്റ്റെയിൻ ചെയ്യണം. 333 സസ്റ്റെയിൻ ചെയ്തേ ഒക്കൂ. ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിൽക്കുവാണെങ്കിൽ 500 നമ്മളെത്തും, എത്തിയാൽ 500 എത്തും. 406 കടന്ന് ചിലപ്പോൾ ഗ്യാപ്പപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ വന്ന് തട്ടി തിരിച്ച് കയറി പോകണം, 2500 എത്തണം. ഇല്ല, 333 സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന 25,129 നമ്മൾ കാണേണ്ടി വരും. വേറെ കൂടുതലൊന്നും പറയാനില്ല. വെറുതെ വളവള സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യങ്ങളെല്ലാം നിങ്ങളുടെ. പക്ഷേ അതേസമയം ഇന്ന് നമ്മൾ മിഡ് ക്യാപ്പ് പറഞ്ഞു. നമുക്ക് ബാങ്ക് നിഫ്റ്റിയോട് നോക്കാം. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ തന്നെ നിന്നു. ഈ ലക്ഷ്മണരേഖ പോലെ ആയിപ്പോയി ഇല്ലേ? നമ്മൾ വരച്ച വരയിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നിന്നു. അപ്പോൾ ഇനി ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. 60,000 ടച്ച് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുകളിലോട്ട് പോയാൽ ഇത് കടന്നാൽ 621 കടന്നു കഴിഞ്ഞാൽ 60,000 ടച്ച് ചെയ്യും. ഇല്ലെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്യുമോ മേലോട്ട് പോകുന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയണം. വേറെ കൂടുതലൊന്നും പറയാനില്ല. അതേസമയം മിഡ് ക്യാപ്പ് ഇന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, താഴോട്ട് പോയാലും മുകളിലോട്ട് പോയാലും പണി ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൂട്ടുന്നത് ആരാണ്? മിഡ് ക്യാപ്പാണ്. അപ്പോൾ ഏകദേശം മറ്റവരൊക്കെ അണ്ടർ പെർഫോം ചെയ്തപ്പോഴും ഇടയ്ക്കൊന്ന് പമ്മിയെങ്കിലും ഏകദേശം 244 പോയിൻറ്റിൻ്റെ അപ്സൈഡാണെന്ന് മിഡ് ക്യാപ്പ് നമുക്ക് നൽകിയത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യും നമുക്ക് 13,500 നമുക്ക് പെട്ടെന്ന് കാണണം. 13,500 കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 14,000 ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്കറിയാം നിങ്ങൾ ധാരാളം മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്, ഞാൻ കാണുന്നുമുണ്ട്. പക്ഷേങ്കിൽ അർഹമായതിന് മാത്രമേ ഞാൻ മറുപടി അയക്കാറുള്ളൂ, അനർഹമായതിന് ഞാൻ മറുപടി അയക്കാറില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം, സാറേ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുമോ, ഇവിടുന്ന് താഴോട്ട് കയറുമോ, ഞാനത് എടുത്തിട്ടുണ്ട്, എങ്ങനെ എന്താ തീരും അവസ്ഥ എന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഞാനത് മെസ്സേജ് കാണുന്നുണ്ട്, പക്ഷേ അത് റിപ്ലൈ അർഹിക്കുന്നില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ പഠനാർത്ഥം ഉള്ള ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി കൃത്യമായിട്ട് അപ്പോൾ തന്നെ അയക്കും. അല്ലാതെ ഞാൻ കാണിപ്പയ്യൂരിൻ്റെ ശിഷ്യനോ അല്ല. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുമോ താഴോട്ട് കയറുമോ അല്ലെങ്കിൽ ഇവിടെ വീണ് കിടന്നു ഉരുളുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് ദൈവം തമ്പുരാന് മാർക്കറ്റിന് മാത്രമേ പറ്റൂ. അങ്ങനെ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.